വൈദേഹീ സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സുസ്ഥിതം അഗ്രേ വാചയതി പ്രഭഞ്ജനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. ശ്രീരാമായ നമഃ. ശ്രീമദ് വാൽമീകി രാമായണം കിഷ്കിന്ധാകാന്ഡം 31-ാം സർഗം. ക്രുദ്ധനായ ലക്ഷ്മണൻ്റെ വരവിനെക്കുറിച്ച് അംഗദൻ സുഗ്രീവനെ അറിയിക്കുന്ന കഥാഭാഗം ഈ സർഗത്തിൽ വിവരിക്കുന്നു. മഴക്കാലം കഴിഞ്ഞു, ശരത്കാലം ആരംഭിച്ചു. കാമം കൊണ്ട് ദീനനായ ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, മഴക്കാലം കഴിഞ്ഞതിന് ശേഷം സീതാന്വേഷണം തുടങ്ങാം എന്ന് പറഞ്ഞ് ഗുഹയിലേക്ക് പോയ സുഗ്രീവൻ ഇതുവരെയും ഇവിടെ എത്തിയില്ലല്ലോ. അവൻ നന്ദികെട്ടവനാണ് എന്ന് വ്യക്തമായി. നീ സത്യം ലംഘിച്ചാൽ നിന്നെ കുലത്തോടെ കൊല്ലും എന്ന് സുഗ്രീവനെ അറിയിച്ചേക്കൂ. ലക്ഷ്മണൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, അസത്യവാനായ സുഗ്രീവനെ ഞാനിന്ന് കൊല്ലും. ബാലിപുത്രൻ ജനകപുത്രിയെ അന്വേഷിക്കട്ടെ. തൻ്റെ ഉദ്ദേശ്യം അറിയിച്ചിട്ട് കോപം പൂണ്ട് വില്ലും എടുത്ത് പുറപ്പെട്ട ലക്ഷ്മണനോട് ശ്രീരാമൻ സമയോചിതം ചിന്തിച്ച് അനുനയപൂർവം പറഞ്ഞു, കോപത്തെ വിവേകം കൊണ്ട് അടക്കുക. പഴയ മൈത്രിയും സഖ്യവും ഓർത്ത് പ്രവർത്തിക്കുക. കാലം അതിക്രമിച്ച സുഗ്രീവനോട് പരുഷവാക്കുകൾ വെടിഞ്ഞ് സൗമ്യമായിട്ട് വേണം കാര്യം പറയാൻ. ജ്യേഷ്ഠനാൽ വേണ്ടവിധം ഉപദേശിപ്പിക്കപ്പെട്ട ലക്ഷ്മണൻ കിഷ്കിന്ധാപുരിയിൽ പ്രവേശിച്ചു. കോപാവിഷ്ടനായ ലക്ഷ്മണൻ വാനരാധിപൻ്റെ അരമനയിലേക്ക് എഴുന്നള്ളി. ഇന്ദ്രൻ്റെ ധനുസ്സിനൊത്തതും പർവ്വതശൃംഗത്തിന് സമവും ആയ വില്ല് ധരിച്ചുകൊണ്ടാണ് യാത്ര. ബുദ്ധിയിൽ ബൃഹസ്പതിക്ക് സമനും രാമവാക്യമനുസരിച്ച് പ്രവർത്തിക്കുന്നവനുമായ ലക്ഷ്മണൻ താൻ പറയേണ്ടതും അതിന് സുഗ്രീവൻ പറയുന്ന ഉത്തരത്തിന് വീണ്ടും എന്തു പറയണമെന്നും ആലോചിച്ച് ഉറപ്പിച്ചിരുന്നു. മരങ്ങൾ തട്ടി വീഴ്ത്തി കൊടുമുടികളെ തകർത്തും കൊണ്ടാണ് യാത്ര. പർവ്വതമധ്യത്തിൽ വാനരസേനയാൽ ചുറ്റപ്പെട്ട ദുർഗമമായ വാനര രാജപുരിയെ ലക്ഷ്മണൻ കണ്ടു. ലക്ഷ്മണനെ കണ്ട കുരങ്ങന്മാർ കുന്നിൻ മുടികളും വൻമരങ്ങളും കയ്യിലെടുത്തു. അവർ ആയുധം ധരിച്ചത് കണ്ടപ്പോൾ ലക്ഷ്മണൻ്റെ കോപം ഇരട്ടിച്ചു. കുരങ്ങന്മാർ പേടിച്ച് 4 ഭാഗത്തേക്കും ഓടി. അവർ സുഗ്രീവൻ്റെ ഭവനത്തിലെത്തി ലക്ഷ്മണൻ്റെ വരവും കോപവും അറിയിച്ചു. കാമിയും താരയിൽ ആസക്തനുമായ കപീന്ദ്രൻ വാനരന്മാർ പറഞ്ഞത് ചെവിക്കൊണ്ടതേ ഇല്ല. സജീവന്മാരുടെ ആദേശപ്രകാരം വാനരന്മാർ പട്ടണത്തിന് പുറത്തെത്തി. മരങ്ങൾ കയ്യിലേന്തിയ കുരങ്ങന്മാരെ കണ്ട ലക്ഷ്മണൻ പൂർവാധികം ക്രുദ്ധനായി. ഇത്രകാലമായിട്ടും ശ്രീരാമകാര്യത്തെക്കുറിച്ച് ഒന്നും ചിന്തിച്ചില്ലല്ലോ എന്ന വിഷാദത്തോടുകൂടി സർപ്പരാജാവിനെപ്പോലെ ക്രുദ്ധനായ ലക്ഷ്മണൻ്റെ അടുത്ത് അംഗദൻ ചെന്നു. ലക്ഷ്മണൻ അംഗദനോട് ആജ്ഞാപിച്ചു, ഉണ്ണി, സുഗ്രീവനോട് ഞാൻ വന്നിരിക്കുന്ന വിവരം അറിയിക്കുക. പിന്നെ സോദര ദുഃഖം കൊണ്ട് സന്തപ്തനായ ലക്ഷ്മണൻ നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. പടിക്കൽ കാത്തുനിൽപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്ക് കേൾക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ വേണ്ടത് ചെയ്യുക. ഇത്രയും പറഞ്ഞ് വേഗം തിരിച്ചു വരിക. അംഗദൻ ഇളയച്ചൻ്റെ അടുത്ത് ചെന്ന് ലക്ഷ്മണൻ ഇതാ എഴുന്നള്ളിയിരിക്കുന്നു എന്ന് അറിയിച്ചു. യുവരാജാവായ അംഗദൻ രാജാവായ സുഗ്രീവൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. മാതാവിൻ്റെ പാദങ്ങളെ സേവിച്ചു. രുമയുടെ പാദങ്ങളിലും കുമ്പിട്ടു. മദ്യലഹരി പൂണ്ടവനും കാമാവേശത്താൽ മതിമറന്നവനുമായ സുഗ്രീവൻ കണ്ണുമിഴിച്ചതേയില്ല. കുരങ്ങന്മാർ ലക്ഷ്മണൻ്റെ സമീപത്ത് ചെന്ന് സിംഹനാദം മുഴക്കി.
വമ്പിച്ച ശബ്ദം കേട്ട് സുഗ്രീവൻ ഉണർന്നു. 2 മന്ത്രിമാർ അംഗദൻ്റെ വാക്ക് കേട്ടിട്ട് അവനോടുകൂടി തന്നെ സുഗ്രീവൻ്റെ അടുത്തേക്ക് വന്നു. ആ മന്ത്രിമാരായ പ്ലക്ഷനും പ്രഭാസനും അർത്ഥം, ധർമ്മം എന്നിവയിലെ നന്മ തിന്മകളെക്കുറിച്ച് പറവാനായി ലക്ഷ്മണൻ എഴുന്നള്ളിയിരിക്കുന്നു എന്ന് സുഗ്രീവനെ അറിയിച്ചു. വിനതനും സുഷേണനും നീലനും നളനും മറ്റു സുഗ്രീവ സജീവന്മാരും കാര്യാലോചനക്കായി വന്നെത്തി. ഹനുമാൻ സുഗ്രീവനോട് ഉണർത്തിച്ചു. സത്യസന്ധന്മാരും മഹാപുണ്യാത്മാക്കളും നമ്മോട് മിത്രഭാവത്തെ കൈക്കൊണ്ടവരും രാജ്യാവകാശികളും നമുക്ക് രാജ്യത്തെ തന്നവരുമാണ് സോദരന്മാരായ രാമലക്ഷ്മണന്മാർ. അവരിൽ ഒരുവനായ ലക്ഷ്മണൻ വില്ലുമേന്തി പടിക്കൽ നിൽപ്പുണ്ട്. ലക്ഷ്മണനാണ് താരയുടെ പ്രിയപുത്രനായ അംഗദനെ ഇവിടേക്ക് അയച്ചത്. മക്കളോടും ബന്ധുക്കളോടും കൂടി അവൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുക. മഹാരാജൻ, വേഗം പോവുക. ധർമാത്മാവായ രാമൻ പറയുന്നത് സശ്രദ്ധം ചെയ്യുക. സ്വന്തം പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കുക. ശ്രീരാമന് കൊടുത്ത വാക്ക് പരിപാലിക്കുക. 31-ാം സർഗം ഇവിടെ അവസാനിക്കുന്നു. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ.